രാജന്റെ മോളുടെ കല്യാണ പാർട്ടിക്ക് പോകാനുള്ളതാ. വേഗം ഒരുങ്ങണം, ബസ് സ്ഥലം കിട്ടില്ല. പോയിട്ട് വാ. ഇവിടെ ഒരു പെണ്ണുണ്ടായിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഒന്ന് നേരത്തെ എടുത്തു വെക്കാൻ പറഞ്ഞോ, ഞാൻ പ്രത്യേകം പറഞ്ഞ അവളുടെ അടുത്ത്. സുമേ, ഡേ സുമേ, എവിടെ പോയി കിടക്കുന്ന പെണ്ണ്? ജോലി കഴിഞ്ഞ് വന്ന ഉടനെ കല്യാണത്തിന് പോണം ഞാൻ അവളോട് നേരത്തെ പറഞ്ഞതാ. സുമേ, ഡേ സുമേ. അവളിവിടെ ഇല്ല, കിടന്ന് കാറണ്ട. ഓ, എന്നാ നിനക്കെങ്കിലും ഇതങ്ങ് നേരത്തെ എടുത്ത് വെച്ചുകൂടായിരുന്നോടാ? ഇനി ഞാൻ അങ്ങ് ലേറ്റ് ആയ പിന്നെ ലേറ്റായ ബസ്സിൽ സീറ്റും കിട്ടില്ല, തൂങ്ങി നിന്ന് പോണ്ടി വരും. അമ്മേ, കാപ്പി. ഓ, സൗണ്ട് ഒന്ന് കുറയ്ക്കടാ. ഓ, ഇതൊക്കെ ഇവിടെ വലിച്ചു വാഴി. ശരിടി. ചായ കൊണ്ടുതരാന്ന് പറഞ്ഞില്ലേ, മിണ്ടായിരിക്കേ. എടാ, ഫോൺ നടക്ക്. ഓ, ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നു പാല്. അയ്യോ, വരുന്നു, ഒന്ന് നിക്കേ. ഞാൻ ഒരുത്തല്ലേ ഉള്ളൂ ഇവിടെ. എടി, നീ ഒന്നും മിണ്ടായിരിക്കില്ല അവിടെ. ആ, വരുന്നു. This appointment is subject to the provisions of the Kerala Education Act. കാപ്പി എവിടെ അമ്മേ? കാർന്ന് കണ്ടില്ലേ നീ? അമ്മേ, join the institution on August 2006. അയ്യോ, അയ്യോ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ വേണം. അല്ലെങ്കിൽ യു അപ്പോയിന്റ് എ ഹോം നഴ്സ് ഓർ സം റിലേറ്റീവ്. അമ്മയുടെ ബാക്കിന് ഒരു സ്ട്രെയിനും വരാൻ പാടില്ല. ടൈം ടു ടൈം ഫീഡിങ് വേണം. ഫോർ ബാത്റൂം പർപ്പസ് ഷീ കൻ യൂസ് എ ഡയപ്പർ. അത് കൃത്യസമയത്ത് തന്നെ ചേഞ്ച് ചെയ്യണം. പിന്നെ മെഡിസിൻ സമയത്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ടേക്ക് കെയർ ഓഫ് ഹർ. സുമി, ഇനി അമ്മയുടെ കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാനായിട്ട്, കേട്ടല്ലോ? അത് സുമേഷ്, എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യണം. നിർത്തിക്കോ. നീ കാരണമാണ് അമ്മ ഈ കിടപ്പ് കിടക്കുന്നത്. അന്ന് നീ കിടന്ന് വിളിച്ചു പോയില്ലായിരുന്നു, അമ്മയ്ക്ക് ഗതി വരുമായിരുന്നോ? എന്നിട്ട് ഇപ്പൊ ജോലിക്ക് പോണത്. എന്നെ അവസ്ഥയിലാക്കി നമുക്ക് എന്ത് വേണമെന്നാ പറയുന്നേ? അമ്മ പേടിക്കണ്ടമ്മേ, ഞാൻ ജോലിക്ക് വെക്കോളാം. സുമി ഇവിടെ ഉണ്ടാവും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അവളായിട്ട് വരുത്തി വെച്ചതല്ലേ, അവൾ അത്രയെങ്കിലും ചെയ്യട്ടെ. ഇനി ഞാൻ ദുബായിലോ ലണ്ടനിലെങ്ങാനും പോയി കഷ്ടപ്പെടാം, അല്ലാതെ എന്താ ചെയ്യാ? ഇപ്പൊ എങ്ങനെയുണ്ട് സുമിത്രേ? നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് തീരെ പറ്റില്ല. പുറം വേദന ഭയങ്കര പ്രശ്ന, ഒട്ടും വയ്യ ഇപ്പോ. ഇവനാണെങ്കിൽ അവിടെ ഒരു സമാധാനവും തരുന്നില്ല. നമുക്ക് സുമിത്രയെ പോയിന്ന് കാണാം, സുമിയോടൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞോലെ. സുമി എന്തിയേ? അവളെവിടെങ്ങാനും കാണും. മോളെ സുമി, സുമി. ഇന്നാ മോളെ കലണ്ടറാ കരയോഗത്തിന്ന്. ഇന്നാ പിടിക്ക്. ആ ചൂളി താഴെ ഇടറി. അല്ല, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു ജോലിക്കൊക്കെ പോകണ്ടേ? വയസ്സ് 10-31 ആയില്ലേ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നീ പോടാ. എന്താ അവക്ക് ഇത്ര ദേഷ്യം? ഓ, ഒന്നും പറയണ്ട, അവളുടെ ഒരു ദേഷ്യം. കല്യാണം കഴിയുമ്പോ എല്ലാം ശരിയാവും. അവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. സുമേഷ് മാസം മാസം കാശ് അയക്കുന്നുണ്ടാ ഇങ്ങനെയെങ്കിലും പോകുന്നത്. അവൻ അവിടെ നിന്ന് ഒരു TV അയച്ചെന്നു. എന്നാൽ അതിനൊരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞാൽ അതിനും അവൾ സമ്മതിക്കുന്നില്ല. അവൾ ഇവിടെ ഇങ്ങനെ മുതുക്കിയായി പുറന്നറിഞ്ഞിരിക്കാനാ പരിപാടി. ഈ വീടിനെ പറ്റി അവൾക്ക് ഒരു വിചാരവും ഇല്ല. ജോലിക്കൊന്നും പോകാണ്ട് മടി പിടിച്ച അമ്മേനെ പ്രായം കൊണ്ടങ്ങിരുന്നോളൂ. അയ്യോ, അതൊക്കെ വീട് ചേച്ചി. സുമിത്രേ, എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ. നല്ല ക്ഷമയുള്ള കൂട്ടത്തില. അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ടാന്ന് വെച്ചത്. വയസ്സ് 45 കഴിഞ്ഞു, ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പൂതി.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, നമ്മുടെ സുമിക്ക് 33 വയസ്സ് കഴിഞ്ഞല്ലോ. അവളെ ഇങ്ങനെ നിർത്താനാണോ പരിപാടി? ഓ, അപ്പൊ സൗകര്യം പോലെ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ല പിന്നെ ഡാ ഇങ്ങോട്ട് വാടാ. ഈ പിശാച്ചിനെ തന്നെ കെട്ടണം ഈ മുതുക്കന്. ഇങ്ങോട്ട് നടക്കടാ. പോട്ടെ മോളെ. നീ ആരാന്നാടി നിന്റെ വിചാരം? മൂക്കിലെ പല്ല് മുളയ്ക്കാറായി. അവനെങ്കിലും നിന്നെ കെട്ടാന്ന് സമ്മതിച്ചില്ല. അതന്നെ നിന്റെ ഭാഗ്യം. അയ്യേ, ആ കൊഷ്ണാപ്പനെയോ? അമ്മ തന്നെ കെട്ടിക്കോ. ഓ, ഇത്രയും കാലം എന്നെ കെടുത്തത് പോരെ മോളെ. ഇനി നീ അമ്മേനെ കെട്ടിക്കാൻ നടക്കുന്നു. അസത്ത്. അതേ, അമ്മ തന്നെ കെട്ടിക്കോ കൃഷ്ണാപ്പനെ. ചേച്ചി തീരെ വയ്യ മോനെ. ഞാൻ ഈ സ്വീറ്റ്സ് തരാൻ വേണ്ടി വന്നതാ. മണ്ടം വിശ്വസിച്ചു. എന്നെ വീണ്ടും നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ നിനക്ക്. എങ്ങനെ നടന്നിരുന്ന ഞാനാ? നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അതും പോയി. നീ ഇങ്ങനെ നടന്നോടി, ആർക്കും വേണ്ടാത്ത അസത്തെ. ആ മോനെ, ഇപ്പൊ കഴിക്കുന്നതേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ തോന്നണ്ടേ മനുഷ്യന്? അമ്മ ഇത്ര ലേറ്റ് ആയിട്ടാണോ ഭക്ഷണം കഴിക്കണേ? അമ്മ മരുന്ന് കറക്റ്റ് സമയത്തിന് കഴിച്ചില്ല അസുഖം മാറില്ല കേട്ടോ. അവക്ക് അവിടെ എന്താ പണി? അമ്മയുടെ കാര്യം അവള് നോക്കുന്നില്ലേ? അവളവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കലിത്തുള്ളി ആടും. പേരിന് എന്തെങ്കിലും ഉണ്ടാക്കി തരും, വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള മട്ടിൽ. ഇതൊക്കെ ആരോട് പറയാൻ മോനെ? അവക്ക് അവിടെ അതിനു മാത്രം എന്തോ പണിയിരിക്കുന്നേ? ദേ കേട്ടോ, അവളുടെ ഒരു ദേഷ്യം. ഇവിടെ ഒരു കേബിൾ കണക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് അതിന് പോലും അവൾ കടിച്ചു തിന്നാൻ വരുവാ. ഞാൻ അയക്കുന്ന പൈസയൊക്കെ പിന്നെ അവൾ എന്താ ചെയ്യുന്നേ? അമ്മ ഒന്ന് ഫോൺ കൊടുത്തേ, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. മോൻ അത് ചോദിക്കേ. ഡേ സുമി, സുമേഷ് മോൻ വിളിക്കുന്നു. സ്പീക്കറിലിട്. ഡേ സുമി, സുമേഷ് മോൻ വിളിക്കുന്നു. വയസ്സ് 33 ആയി ഒരു വിചാരവും ഇല്ല. വരുന്ന ആലോചനകൾ മൊത്തം മുടക്കി മുതുക്കി. എന്താ? സുമി, നീ അമ്മയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടോ? അമ്മ ഈ കറക്റ്റ് ടൈമിന് മരുന്ന് കൊടുക്കുന്നുണ്ടോ? എന്താടി അമ്മയ്ക്ക് ഒരു കേബിൾ കണക്ഷൻ എടുത്തു കൊടുത്താൽ എന്താ അതിന്റെ പ്രശ്നം? ദേ സുമേഷേ, ഒന്നാമത് എനിക്കിവിടെ ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ. നീ അയക്കുന്ന പൈസക്ക് ഇവിടെ മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിന്റെ കേബിൾ കണക്ഷൻ. അപ്പൊ ഇതിനും മാത്രം ഞാൻ അയക്കുന്ന പൈസയൊക്കെ അങ്ങ് ചെലവായി പോവാണോ? അതെ, ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പാടെ എനിക്കറിയൂ. അതിനിടയ്ക്കാണ് അവളുടെ ഒരു കണക്ക്. ഞാനാണോ ഇപ്പൊ കണക്ക് പറഞ്ഞത്? പിന്നെ ഞാനാണോ ഇപ്പൊ കണക്ക് പറഞ്ഞത്? അതെ, നീ നിന്റെ ഇഷ്ടത്തിന് പൈസ ചെലവാക്കിയ പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാനാ? ഞാൻ എന്ത് ചെലവാക്കിയെന്ന് നീ പറയുന്നേ? ഈ വീടിന്റെ പുറത്തു പോലും ഞാൻ പോകാറില്ല, നിനക്കറിയോ? ഫോണിങ്. ഏയ്, അതെ, അതെ സുമി, നീ ഒച്ച എടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഞാനും ഇവിടെ ഒരു കുടുംബം നോക്കുന്നുണ്ട്. എനിക്കില്ലല്ലോ ഇത്രയും ചെലവ്. നീ തോന്നിയ പോലെ കാശ് ചെലവാക്കിയിട്ട് ഇവിടെ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതെങ്ങനെയാ? സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കുമ്പോഴല്ലേ എന്റെ വില അറിയുള്ളൂ. വല്ലവരുടെയും ചെലവിൽ ജീവിക്കുമ്പോ എന്തോ ആവാലോ.